മക്കളെ നമുക്ക് ബാക്കി ഭാഗം നോക്കാവേ. മൾട്ടിപ്ലിക്കേഷൻ ബൈ 0 ആണ്. അത് ഈ ഐഡന്റിറ്റി തന്നെ വരുന്നതാണ്. നമുക്കറിയാം ഏത് സംഖ്യയെ മറ്റേ കേസിൽ പഠിച്ചു, പോസിറ്റീവ് സംഖ്യയെ പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ അതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്നാ തരും? 0 ആണ്. ഇവിടെയോ നെഗറ്റീവ് സംഖ്യകൾ, നെഗറ്റീവ് വാല്യൂസ്, അതായത് ഇൻഡിജേഴ്സിനെ ചെയ്താലോ 3 into 0 എത്രയാണ്? 0 ആണ്. പിന്നെ നമുക്ക് അവിടെ മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 0ക്ക് എല്ലായിടത്തും ഒരുപോലെയാണ്. പോസിറ്റീവ് വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്താലും നെഗറ്റീവ് വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്താലും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 0. 0 into -4 എത്രയായിരിക്കും മക്കളെ? 0. -5 into 0 0. 0 into -6 0. അത് 0 ഫസ്റ്റ് പ്ലേസിൽ കിടക്കുന്നോ സെക്കൻഡ് പ്ലേസിൽ കിടക്കുന്നോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. അപ്പൊ എന്ത് എഴുതാൻ പറ്റും? a into 0 എന്ന് എഴുതിയാലും, അപ്പൊ ഇത് a വാല്യൂ, ഇത് 0. അപ്പൊ a into 0 എന്ന് എഴുതിയാലും ഇവിടെ നോക്കി, ഇനി 0 into a എന്ന് എഴുതിയാലും ആൻസർ ഈസ് 0 ആയിരിക്കും. വേർ a ഈസ് ആൻ ഇൻഡിജർ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 0. കൂടുതലൊന്നും ഓർക്കണ്ട. ചിലപ്പോൾ ഇതൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇരിക്കും. a into 0 എന്ന് പറഞ്ഞാലും 0 a into a എന്ന് പറഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ നോക്കാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാണ് ഇവിടെ നോക്കാം. ഏതായിരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി? നമ്മൾ അഡീഷണൽ കേസിൽ പറഞ്ഞായിരുന്നു. ആരാ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി? ഏതായിരിക്കും? 1 ആയിരിക്കും അല്ലേ? നമുക്ക് നോക്കാവേ. -3 into 1. കുറെ എക്സാമ്പിൾസ് എഴുതട്ടെ. 4 into 1. അടുത്തത് 1 into -5. 1 into -6. നോക്കിയേ, ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 1 എത്രയാ? 3 തന്നെ. മൈനസ് പ്ലസ്, മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് മൈനസ്. ഇവിടെ 4 into 1 4. മൈനസ് 1 പ്ലസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് ചെയ്താൽ ആൻസർ ഈസ് മൈനസ്. 1 into 5 5 തന്നെ. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ മൈനസ്. 1 into -6 എത്രയായിരിക്കും ആൻസർ? -6 ആണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചു അല്ലേ? അപ്പൊ ഇവിടെ 1, അതായത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ ചോദിക്കുവാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഏതാണ്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിച്ചാൽ ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ? 1 ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. നമുക്കിത് എങ്ങനെ എഴുതാം? a into 1 എന്നാണെങ്കിലും 1 into a എന്നാണെങ്കിലും ആൻസർ എന്നായിരിക്കും? a, where a is an integer. a is an integer. ഇപ്പൊ പഠിച്ചല്ലോ മക്കളെ? രണ്ടുകൂടെ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. നമ്മൾ അഡീഷണൽ കേസിലും ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ അഡിറ്റീവ് ഐഡന്റിറ്റിയാണ്. അതിനകത്ത് പറയുന്ന അഡിറ്റീവ് ഐഡന്റിറ്റി, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി. ഓക്കെ, പഠിച്ചല്ലോ എല്ലാം. ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഐഡന്റിറ്റീസ്. ഇനി നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായ വീഡിയോ ഒന്ന് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.